നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. കരയുന്നത് ഒരു ബലഹീനതയാണെന്ന്. അയ്യേ, നീ ഇത്രയും ഇമോഷണലാവുന്നതെന്തിനാണ്? കരയുന്നത് ഭീരുക്കളാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ കേട്ടാണ് നമ്മളിൽ പലരും വളർന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർ കരയുന്നത് വലിയൊരു ബലഹീനതയായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നു. ഒരു സിനിമയിലെ വികാരാധീനമായ രംഗം കാണുമ്പോൾ കണ്ണു നിറയുന്നവർ, ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തിയാൽ സങ്കടം വരുന്നവർ, മറ്റുള്ളവരുമായി തർക്കിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്നവർ, അല്ലെങ്കിൽ ഒരു ചെറിയ പരാജയത്തിൽ പോലും തളർന്നു പോകുന്നവർ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്? മറ്റുള്ളവർക്കില്ലാത്ത എന്തു കുഴപ്പമാണ് എനിക്കുള്ളതെന്ന്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഇതൊരു കുഴപ്പമോ ബലഹീനതയോ അല്ല. സൈക്കോളജി പറയുന്നത് പെട്ടെന്ന് കരയുന്നവർ മാനസികമായും കൂടുതൽ കരുത്തുള്ളവരാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇങ്ങനെ പറയുന്നത്? അതിന്റെ പിന്നിലെ 5 പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായ കാരണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒന്ന് നന്നായി കരഞ്ഞുകഴിഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്ത സമാധാനം ലഭിക്കാറില്ലേ? ഇതിനു പിന്നിൽ വലിയൊരു ജീവശാസ്ത്രപരമായ കാരണമുണ്ട്. നമ്മുടെ ശരീരം സ്ട്രെസ്ഡ് ആവുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോൺ ശരീരത്തിൽ അധികമാകുന്നത് മാനസികമായും ശാരീരികമായും ദോഷകരമാണ്. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീരിലൂടെ ഈ സ്ട്രെസ് ഹോർമോണുകൾ പുറന്തള്ളപ്പെടുന്നു. അതായത്, കണ്ണുനീരെന്നത് വെറുമൊരു വെള്ളമല്ല, അത് നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ്. വികാരങ്ങൾ ഉള്ളിൽ അടക്കിവെക്കുന്നവർ പിന്നീട് വലിയ മാനസിക വിഷമങ്ങളിലേക്കോ ദേഷ്യത്തിലേക്കോ നയിക്കപ്പെടാം. എന്നാൽ പെട്ടെന്ന് കരയുന്നവർ അപ്പോഴപ്പോൾ തന്നെ സങ്കടങ്ങൾ പുറത്തുവിടുന്നതുകൊണ്ട് മാനസികമായ ബേൺഔട്ട് ഇവർക്ക് കുറവായിരിക്കും. ചുരുക്കത്തിൽ, കരച്ചിൽ എന്നത് നിങ്ങളുടെ ബോഡി തനിയെ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. എംപത്തി അഥവാ സഹാനുഭൂതി. നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്നറിയപ്പെടുന്ന ചില കോശങ്ങളുണ്ട്. മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോഴോ അനുഭവിക്കുന്നത് കാണുമ്പോഴോ നമ്മുടെ ഉള്ളിലും അതേ അനുഭവമുണ്ടാക്കാൻ ഈ ന്യൂറോണുകൾ സഹായിക്കുന്നു. പെട്ടെന്ന് കരയുന്ന ആളുകളിൽ ഈ മിറർ ന്യൂറോണുകൾ അമിതമായി ആക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് ഒരു സിനിമയുടെ വിഷമകരമായ അവസാനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടും വിഷമവും കാണുമ്പോഴോ നിങ്ങൾ അറിയാതെ കരഞ്ഞു പോകുന്നത്. സത്യത്തിൽ നിങ്ങൾ അവിടെ കരയുന്നത് സ്വന്തം സങ്കടം കൊണ്ടല്ല, മറിച്ച് മറ്റൊരാളുടെ വേദന നിങ്ങളുടെ തലച്ചോറ് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. ഇതിനെയാണ് എംപത്തി ഓവർലോഡ് എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കുറഞ്ഞുപോകുന്ന ഒന്നാണ് സ്നേഹവും കരുണയും. അത് ഇത്രയധികം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾ ഒരിക്കലും വീക്കല്ല, മറിച്ച് ഈ ലോകത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ സമൂഹത്തിൽ വികാരങ്ങൾ ഒളിച്ചുവെക്കുന്നതാണ് മാന്യത എന്ന് കരുതുന്നവരുണ്ട്. മുഖത്ത് ഒരു ചിരി വരുത്തി ഉള്ളിൽ സങ്കടം കടിച്ചിറക്കുന്നവർ. എന്നാൽ പെട്ടെന്ന് കരയുന്നവർ അങ്ങനെയല്ല. അവർ വല്ലാത്തൊരു ആത്മാർത്ഥതയുള്ളവരായിരിക്കും. വാസ്തവത്തിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് പേടിക്കാതെ സ്വന്തം സങ്കടം പ്രകടിപ്പിക്കാൻ വലിയൊരു ധൈര്യം ആവശ്യമാണ്. ഉള്ളിൽ തോന്നുന്നത് അതേപടി കാണിക്കുന്നവർക്ക് കള്ളത്തരങ്ങൾ കുറവായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും ഒരു സത്യസന്ധതയുണ്ടാകും. മുഖംമൂടിയില്ലാതെ ലോകത്തെ നേരിടാനുള്ള ഇവരുടെ ഈ കഴിവ് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ആഴത്തിലാണ് സെൻസിറ്റീവായ ആളുകൾ അനുഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെ നോക്കി ഒരു ചെറിയ കളിയാക്കൽ നടത്തിയാൽ മറ്റുള്ളവർ അത് ഒരു തമാശയായി തള്ളിക്കളയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ തലച്ചോർ ആ വികാരത്തെ വളരെ വേഗത്തിൽ വിശകലനം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ ഒരു ദുർബലനാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇത്രയും ആഴത്തിൽ അറിയാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെപ്പോലും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കൂ. പലപ്പോഴും പെട്ടെന്ന് കരയുന്നവരെ പക്വതയില്ലാത്തവർ എന്ന് ആളുകൾ വിളിക്കാറുണ്ട്. എന്നാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കൂടുതലായിരിക്കും. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനും അവയോട് പ്രതികരിക്കാനുമുള്ള കഴിവിനെയാണ് എമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. വികാരങ്ങൾ അടക്കിവെക്കുന്നവരേക്കാൾ പക്വതയുള്ളവരാണ് അവ പ്രകടിപ്പിക്കുന്നവർ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയാൻ ഇവർക്ക് വേഗത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആത്മാർത്ഥമായി കെയർ ചെയ്യാനും അവരോട് വിശ്വസ്തത പുലർത്താനും ഇവർക്ക് കഴിയും.
ബന്ധങ്ങൾ തകരാതെ കാത്തുസൂക്ഷിക്കാൻ ഇത്തരം ആളുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാകും. തന്റെ സങ്കടം തുറന്നു പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ സങ്കടത്തിൽ കൂടെ നിൽക്കാൻ സാധിക്കൂ. പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾ പെട്ടെന്ന് കണ്ണുനിറയുന്ന ഒരാളാണെങ്കിൽ അതിനെ ഒരു ബലഹീനതയായി കാണുന്നത് നിർത്തുക. കാരണം നിങ്ങൾ കരയുന്നത് നിങ്ങൾ വീക്കായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ കാര്യങ്ങളെ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ ലോകം ഇന്ന് കൂടുതൽ പരുക്കനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വികാരങ്ങൾക്കും സ്നേഹത്തിനും വില കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി കണ്ണുനീർ പൊഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഭാഗ്യവാനാണ്. നിങ്ങളുടെ ഈ സെൻസിറ്റിവിറ്റിയെ സ്നേഹിക്കാൻ പഠിക്കുക. സങ്കടം വരുമ്പോൾ കരയുക. അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കും. ഈ ലോകത്തിന് നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള മനുഷ്യരെയാണ് ആവശ്യം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് കരയുന്നവരാണെങ്കിൽ അവരെ കളിയാക്കുന്നതിന് പകരം ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തു നൽകുക. അവർക്കതൊരു വലിയ ആശ്വാസമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.